വചനമേ നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എന്റെ ആത്മാവിനാശ്വാസമേ. വചനം വചനം വചനം. ഉൽപ്പത്തി പുസ്തകം 44 അധ്യായം. അവൻ തന്റെ വീട്ടുകാര്യസ്ഥനോട് ഇപ്രകാരം കൽപ്പിച്ചു: അവർക്ക് സംവഹിക്കാൻ സാധിക്കുന്നത്ര പക്ഷിധാന്യം അവരുടെ കെട്ടുകളിൽ നിറയ്ക്കുവിൻ. ഓരോരുത്തന്റെയും പണം അവനവന്റെ കെട്ടിന്റെ വായ്ഭാഗത്ത് വയ്ക്കുകയും വേണം. ഇളയവന്റെ കെട്ടിന്റെ വായ്ഭാഗത്ത് എന്റെ പാനപാത്രം, വെള്ളി പാനപാത്രം അവന്റെ ധാന്യവിലയായ പണത്തിന്റെ കൂടെ വയ്ക്കുക. ജോസഫ് പറഞ്ഞ വാക്കനുസരിച്ച് അയാൾ പ്രവർത്തിച്ചു. രാവിലെ വെട്ടം വീണപ്പോൾ അവരും അവരുടെ കഴുതകളും യാത്രയാക്കപ്പെട്ടു. അവർ നഗരം വിട്ട് ദൂരത്തായില്ല. അപ്പോൾ ജോസഫ് തന്റെ വീട്ടുകാര്യസ്ഥനോട് പറഞ്ഞു: എഴുന്നേറ്റ് ആ ആളുകളുടെ പിന്നാലെ പായുക. അവരെ മറികടന്നിട്ട് അവരോട് പറയണം: നിങ്ങൾ നന്മയ്ക്കു പകരം തിന്മ ചെയ്തത് എന്തുകൊണ്ട്? ഇതിൽ നിന്നല്ലേ എന്റെ യജമാനൻ പാനം ചെയ്യുന്നത്? ഇതുകൊണ്ട് തന്നെയല്ലേ അദ്ദേഹം ഗണിച്ചറിയുന്നത്? നിങ്ങൾ ചെയ്തത് ദുഷ്കൃത്യമായി പോയി. അവരെ മറികടന്നിട്ട് അവൻ അവരോട് ഇക്കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ അവർ അവനോട് പറഞ്ഞു: എന്താണ് എന്റെ യജമാനൻ ഇത്തരം വാക്കുകൾ സംസാരിക്കുന്നത്? ഇത്തരമൊരു കാര്യം ചെയ്യാൻ താങ്കളുടെ ദാസന്മാർക്ക് ഇടയാകാതിരിക്കട്ടെ. നോക്കൂ, ഞങ്ങളുടെ കെട്ടുകളുടെ വായ്ഭാഗത്ത് ഞങ്ങൾ കണ്ടെത്തിയ പണം കാനാൻ ദേശത്ത് നിന്ന് ഞങ്ങൾ താങ്കളുടെ അടുത്ത് തിരികെ കൊണ്ടുവന്നല്ലോ. അപ്പോൾ പിന്നെ ഞങ്ങൾ താങ്കളുടെ യജമാനന്മാരുടെ വീട്ടിൽ നിന്ന് വെള്ളിയോ പൊന്നോ എങ്ങനെ മോഷ്ടിക്കും? അത് താങ്കളുടെ ദാസരിൽ ആരുടെ പക്കൽ കണ്ടെത്തപ്പെടുന്നുവോ അവൻ മരിക്കണം. ഞങ്ങൾ എല്ലാവരും എന്റെ യജമാനന് അടിമകളായിരിക്കുകയും ചെയ്യും. അവൻ പറഞ്ഞു: ഇപ്പോഴും നിങ്ങൾ പറയുന്ന പോലെയാവട്ടെ. അത് ആരുടെ പക്കൽ കാണപ്പെടുന്നുവോ അവൻ എനിക്ക് അടിമയാകും. നിങ്ങൾ നിരപരാധരായിരിക്കും. അപ്പോൾ ഓരോരുത്തരും തിടുക്കപ്പെട്ട് അവനവന്റെ കെട്ട് നിലത്തിറക്കി. ഓരോരുത്തനും അവനവന്റെ കെട്ടഴിച്ചു. അപ്പോൾ അവൻ മൂത്തവനിൽ ആരംഭിച്ച് ഇളയവനിൽ അവസാനിക്കും വിധം പരിശോധിച്ചു. ബെഞ്ചമിന്റെ കെട്ടിൽ ചഷകം കണ്ടെത്തുകയും ചെയ്തു. അവർ തങ്ങളുടെ വസ്ത്രം വലിച്ചു കീറി ഓരോരുത്തനും അവനവന്റെ കഴുതപ്പുറത്ത് ചുമട് കയറ്റി പട്ടണത്തിലേക്ക് മടങ്ങി. യൂദ അവന്റെ സഹോദരന്മാരോടൊത്ത് ജോസഫിന്റെ വീട്ടിലേക്ക് ചെന്നു. അവൻ അപ്പോഴും അവിടെ ഉണ്ടായിരുന്നു. അവർ അവന്റെ മുൻപിൽ നിലം പറ്റി വീണു. ജോസഫ് അവരോട് ചോദിച്ചു: ഇതെന്ത് പ്രവൃത്തിയാണ് നിങ്ങൾ ചെയ്തത്? എന്നെപ്പോലൊരാൾക്ക് തീർച്ചയായും ഗണിച്ചറിയാനാകുമെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ? അപ്പോൾ യൂദ പറഞ്ഞു: ഞങ്ങൾ എന്താണ് യജമാനനോട് പറയേണ്ടത്? എന്താണ് സംസാരിക്കേണ്ടത്? എങ്ങനെയാണ് സ്വയം സാധൂകരിക്കേണ്ടത്? ദൈവം അങ്ങയുടെ ദാസരുടെ കുറ്റം കണ്ടുപിടിച്ചിരിക്കുന്നു. ഇതാ, ഞങ്ങൾ യജമാനന് അടിമകളാണ്. ഞങ്ങളും ആരുടെ കൈവശം പാനപാത്രം കണ്ടുപിടിക്കപ്പെട്ടുവോ അവനും. എന്നാൽ അവൻ പറഞ്ഞു: ഞാൻ അത് ചെയ്യാൻ ഇടയാകാതിരിക്കട്ടെ. ആരുടെ കൈവശം പാനപാത്രം കണ്ടുപിടിക്കപ്പെട്ടുവോ അവൻ മാത്രം എനിക്ക് അടിമയായിരിക്കും. നിങ്ങൾ സമാധാനമായി നിങ്ങളുടെ പിതാവിന്റെ അടുത്തേക്ക് പോയിക്കൊള്ളുവിൻ. അപ്പോൾ യൂദ അവന്റെ അടുത്ത് ചെന്ന് പറഞ്ഞു: അല്ലയോ എന്റെ യജമാനനെ, അങ്ങയുടെ ദാസൻ ഒരു വാക്കുകൂടി യജമാനന്റെ ചെവികളിൽ ഉണർത്തിച്ചു കൊള്ളട്ടെ. അങ്ങയുടെ ദാസന്റെ നേരെ അങ്ങയുടെ കോപം ജ്വലിക്കാതിരിക്കട്ടെ. എന്തെന്നാൽ ഫറവോ എങ്ങനെയോ അതുപോലെയാണ് അങ്ങ്. എന്റെ യജമാനൻ അങ്ങയുടെ ദാസന്മാരോട് ഇപ്രകാരം തിരക്കിയിരുന്നു: നിങ്ങൾക്ക് പിതാവോ സഹോദരനോ ഉണ്ടോ? അപ്പോൾ ഞങ്ങൾ എന്റെ യജമാനനോട്, ഞങ്ങൾക്ക് വൃദ്ധനായ പിതാവും വാർദ്ധക്യത്തിലെ മകനായ ഒരു ഇളയവനുമുണ്ട്. അവന്റെ സഹോദരൻ മരിച്ചുപോയി. അവന്റെ അമ്മയുടേതായി അവൻ മാത്രമേ ശേഷിച്ചിട്ടുള്ളൂ. അവന്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞിരുന്നു. അപ്പോഴാണ് അങ്ങയുടെ ദാസരോട്, അവനെ എന്റെ അടുത്ത് കൂട്ടിക്കൊണ്ടുവരിക, എനിക്ക് അവനെ നേരിട്ട് കാണണം എന്ന് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ യജമാനനോട്, ബാലന് തന്റെ പിതാവിനെ വിട്ടുപോരാൻ വയ്യ. അവൻ തന്റെ പിതാവിനെ പിരിഞ്ഞാൽ അദ്ദേഹം മരിച്ചു പോകും എന്ന് ഉണർത്തിക്കുകയുണ്ടായി. നിങ്ങളുടെ ഇളയ സഹോദരൻ നിങ്ങളുടെ കൂടെ വരുന്നില്ലെങ്കിൽ നിങ്ങൾ എന്റെ മുഖം ഇനി കാണുകയുണ്ടാവുകയില്ല എന്ന് അങ്ങയുടെ ദാസന്മാരോട് പറഞ്ഞു.
പിന്നെ സംഭവിച്ചത് ഇതാണ്: ഞങ്ങൾ അങ്ങയുടെ ദാസനായ എൻ്റെ പിതാവിന്റെ അടുത്തെത്തി. എൻ്റെ യജമാനന്റെ വാക്കുകൾ ഞങ്ങൾ അദ്ദേഹത്തോട് വിവരിച്ചു. തിരിച്ചുപോയി നമുക്കായി കുറച്ച് ഭക്ഷ്യധാന്യം വാങ്ങിക്കൊണ്ടുവരുവിനെന്ന് പിന്നീട് ഞങ്ങളുടെ പിതാവ് പറഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾക്ക് പോകാൻ വയ്യ. എന്നാൽ ഞങ്ങളുടെ ഇളയ സഹോദരൻ ഞങ്ങളോടൊത്തുണ്ടെങ്കിൽ ഞങ്ങൾ പോകാം. കാരണം ഞങ്ങളുടെ ഇളയ സഹോദരൻ ഞങ്ങളോടൊത്തില്ലെങ്കിൽ ഞങ്ങൾക്ക് അദ്ദേഹത്തിന്റെ മുഖം കാണാൻ സാധിക്കുകയില്ല. അപ്പോൾ അങ്ങയുടെ ദാസനായ എൻ്റെ പിതാവ് ഞങ്ങളോട് പറഞ്ഞു, എൻ്റെ ഭാര്യ എനിക്ക് വേണ്ടി 2 പ്രസവിച്ചു എന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഒരുവൻ എന്നെ വിട്ടുപോയി. അപ്പോൾ ഞാൻ പറഞ്ഞു, തീർച്ചയായും വന്യമൃഗം ചീന്തിക്കീറിയത് തന്നെ. പിന്നെ ഞാൻ അവനെ ഇതുവരെ കണ്ടിട്ടില്ല. ഇവനെ കൂടി നിങ്ങൾ എൻ്റെ മുൻപിൽ നിന്ന് കൊണ്ടുപോവുകയും അവനെ ആപത്ത് പിണയുകയും ചെയ്താൽ നിങ്ങൾ എൻ്റെ വാർദ്ധക്യം ദുരിതത്തോടെ പാതാളത്തിലേക്ക് ആഴ്ത്തുകയായിരിക്കും. ഇപ്പോഴാകട്ടെ അങ്ങയുടെ ദാസനായ എൻ്റെ പിതാവിന്റെ അടുത്തേക്ക് ഞാൻ ചെല്ലുമ്പോൾ ആ ബാലൻ ഞങ്ങളോടൊത്തുണ്ടാകില്ല. അദ്ദേഹത്തിന്റെ ജീവനോ അവന്റെ ജീവനോട് ബന്ധിക്കപ്പെട്ടുമിരിക്കുന്നു. ബാലനില്ല എന്ന് അദ്ദേഹം കാണുന്ന വേളയിൽ അദ്ദേഹം മരിക്കും. അങ്ങനെ അങ്ങയുടെ ദാസന്മാർ അങ്ങയുടെ ദാസനായ ഞങ്ങളുടെ പിതാവിന്റെ വാർദ്ധക്യം ദുഃഖസാന്ദ്രതയിൽ പാതാളത്തിലേക്ക് ആഴ്ത്തുകയായിരിക്കും. മാത്രമല്ല, ബാലനെ ഞാൻ അങ്ങയുടെ പക്കൽ തിരിച്ചെത്തിക്കുന്നില്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ ഞാൻ എൻ്റെ പിതാവിനോട് കുറ്റക്കാരനായിരിക്കും എന്ന് പറഞ്ഞ് ബാലന് വേണ്ടി എൻ്റെ പിതാവിന്റെ പക്കൽ അങ്ങയുടെ ദാസൻ ജാമ്യം നിന്നിട്ടുമുണ്ട്. അതിനാൽ ഇപ്പോൾ ബാലന് പകരം അങ്ങയുടെ ദാസൻ എൻ്റെ യജമാനന് അടിമയായി കഴിഞ്ഞുകൊള്ളട്ടെ. ബാലൻ അവന്റെ സഹോദരന്മാരോട് കൂടി തിരിച്ചു പോവുകയും ചെയ്യട്ടെ. ബാലൻ എന്നോടൊപ്പം ഇല്ലാതെ ഞാൻ എങ്ങനെ എൻ്റെ പിതാവിന്റെ അടുത്ത് ചെല്ലും? എൻ്റെ പിതാവിനെ പിടികൂടുന്ന ദുരന്തം കാണാൻ എനിക്ക് ഇടയാകരുതല്ലോ. ഉൽപ്പത്തി പുസ്തകം 45-ാം അധ്യായം. തന്റെ ചുറ്റും നിലകൊണ്ടിരുന്ന എല്ലാവർക്കും മുന്നിൽ സ്വയം നിയന്ത്രിക്കാൻ ജോസഫിന് കഴിഞ്ഞില്ല. അതുകൊണ്ട് അവൻ വിളിച്ചു പറഞ്ഞു, എല്ലാവരും എൻ്റെ പക്കൽ നിന്ന് പുറത്തു പോകുവിൻ. അതിനാൽ ജോസഫ് തന്റെ സഹോദരന്മാർക്ക് തന്നെ തന്നെ വെളിപ്പെടുത്തിയപ്പോൾ ഒരാൾ പോലും അവനോട് കൂടെ നിന്നിരുന്നില്ല. അവൻ സ്വരമുയർത്തി കരഞ്ഞു. ഈജിപ്തുകാർ അത് കേട്ടു. ഫറവോയുടെ ഭവനവും കേട്ടു. ജോസഫ് തന്റെ സഹോദരന്മാരോട് പറഞ്ഞു, ഞാൻ ജോസഫാണ്. എൻ്റെ പിതാവ് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുവോ? അവനോട് മറുപടി പറയാൻ അവന്റെ സഹോദരന്മാർക്ക് സാധിച്ചില്ല. അവന്റെ മുൻപിൽ അവർ പരിഭ്രമിച്ചു പോയിരുന്നു. ജോസഫ് തന്റെ സഹോദരന്മാരോട് പറഞ്ഞു, എൻ്റെ അടുത്തേക്ക് വന്നാലും. അവർ അടുത്തു ചെന്നു. അപ്പോൾ അവൻ പറഞ്ഞു, നിങ്ങൾ ഈജിപ്തിലേക്ക് വിറ്റ നിങ്ങളുടെ സഹോദരൻ ജോസഫാണ് ഞാൻ. എന്നാൽ ഇപ്പോൾ എന്നെ ഇവിടേക്ക് വിറ്റതോർത്ത് നിങ്ങൾ നഷ്ടധൈര്യരാകേണ്ട. നിങ്ങളോട് തന്നെ കുപിതരാകുകയും വേണ്ട. കാരണം അതിജീവനത്തിനായി ദൈവമാണ് എന്നെ നിങ്ങൾക്ക് മുൻപേ ഇങ്ങോട്ട് അയച്ചത്. എന്തെന്നാൽ നാട്ടിൽ ക്ഷാമം ഇത് 2-ാം വർഷമാണ്. ഉഴവും കൊയ്ത്തുമില്ലാത്ത 5 വർഷങ്ങൾ ഇനിയുമുണ്ട്. നിങ്ങൾക്ക് ഭൂമിയിൽ ഒരു ശിഷ്ടഭാഗം നിലനിർത്താനും നിങ്ങൾക്ക് മഹാവിമോചനത്തിനു വേണ്ടി ജീവൻ സംരക്ഷിക്കാനുമായി ദൈവം എന്നെ നിങ്ങൾക്ക് മുൻപേ അയച്ചതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളല്ല എന്നെ ഇങ്ങോട്ട് അയച്ചത്, പിന്നെയോ ദൈവമാണ്. അവിടുന്ന് എന്നെ ഫറവോയ്ക്ക് പിതാവും അദ്ദേഹത്തിന്റെ വീടിന് മുഴുവനും നാഥനും ഈജിപ്ത് ദേശത്തിന് മുഴുവനും ഭരണാധിപനുമാക്കിയിരിക്കുന്നു. നിങ്ങൾ വേഗം എൻ്റെ പിതാവിന്റെ അടുത്ത് ചെന്ന് അദ്ദേഹത്തോട് പറയുക, അങ്ങയുടെ മകൻ ജോസഫ് ഇപ്രകാരം പറയുന്നു, ദൈവം എന്നെ ഈജിപ്തിന് മുഴുവൻ നാഥനാക്കിയിരിക്കുന്നു. എൻ്റെ അടുത്ത് വരണം, ഒട്ടും വൈകരുതേ. അങ്ങേക്ക് ഗോഷൻ പ്രദേശത്ത് പാർക്കാം. അങ്ങ് എൻ്റെ അടുത്തായിരിക്കും. അങ്ങയോടൊപ്പം അങ്ങയുടെ മക്കളും മക്കളുടെ മക്കളും അങ്ങയുടെ ആടുമാടുകളും അങ്ങേക്കുള്ള സകലതും. അവിടെ അങ്ങയെ ഞാൻ പോറ്റിക്കൊള്ളാം. എന്തെന്നാൽ ക്ഷാമം 5 കൊല്ലത്തേക്ക് കൂടിയുണ്ട്. അങ്ങും അങ്ങയുടെ കുടുംബവും അങ്ങേക്കുള്ളവരും ദാരിദ്ര്യം അനുഭവിക്കരുതല്ലോ. ഇതാ എൻ്റെ അധരം തന്നെയാണ് നിങ്ങളോട് സംസാരിക്കുന്നതെന്ന് നിങ്ങളുടെ നയനങ്ങളും എൻ്റെ സഹോദരനായ ബെഞ്ചമിന്റെ നയനങ്ങളും കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. ഈജിപ്തിലെ എൻ്റെ സർവപ്രതാപവും നിങ്ങൾ കണ്ടതുമെല്ലാം പിതാവിനോട് നിങ്ങൾ വിവരിക്കുമല്ലോ. വേഗം എൻ്റെ പിതാവിനെ ഇവിടേക്ക് കൊണ്ടുവരണം. അവൻ തന്റെ സഹോദരനായ ബെഞ്ചമിന്റെ കഴുത്തിൽ വീണ് കരഞ്ഞു. ബെഞ്ചമിനും അവന്റെ കഴുത്തിൽ ചാഞ്ഞ് കരഞ്ഞു. അവൻ തന്റെ സഹോദരന്മാരെല്ലാവരെയും ചുംബിക്കുകയും അവരുടെ മേൽ ചാഞ്ഞ് കരയുകയും ചെയ്തു. അനന്തരം അവന്റെ സഹോദരന്മാർ അവനോട് സംസാരിച്ചു.
ജോസഫിന്റെ സഹോദരന്മാർ വന്നിട്ടുണ്ട് എന്ന് ഫറവോയുടെ ഭവനത്തിൽ ശ്രുതി പരന്നു. ഫറവോയുടെ ദൃഷ്ടികളിലും അദ്ദേഹത്തിന്റെ ദാസരുടെ ദൃഷ്ടികളിലും അത് നന്നായിരുന്നു. ഫറവോ ജോസഫിനോട് പറഞ്ഞു, താങ്കളുടെ സഹോദരന്മാരോട് ഇത് ചെയ്യുവിൻ എന്ന് പറയുക. നിങ്ങളുടെ മൃഗങ്ങളുടെ മേൽ ചുമടേറ്റുവിൻ. കാനാൻ ദേശത്തേക്ക് വേഗം ചെല്ലുവിൻ. നിങ്ങളുടെ പിതാവിനെയും നിങ്ങളുടെ കുടുംബങ്ങളെയും എന്റെ അടുത്ത് കൂട്ടിക്കൊണ്ടുവരുവിൻ. ഈജിപ്ത് നാട്ടിലെ ഐശ്വര്യം നിങ്ങൾക്ക് ഞാൻ സമ്മാനിക്കാം. ദേശത്തിന്റെ പുഷ്ടി നിങ്ങൾക്ക് ആസ്വദിക്കുകയും ചെയ്യാം. ഇതാ, താങ്കൾ നിയുക്തനായിരിക്കുന്നു. നിങ്ങൾ ഇത് ചെയ്യുവിൻ. നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും നിങ്ങളുടെ ഭാര്യമാർക്കും വേണ്ടി ഈജിപ്ത് നാട്ടിൽ നിന്ന് വാഹനങ്ങൾ കൊണ്ടുപോകുവിൻ. നിങ്ങളുടെ പിതാവിനെ കയറ്റി നിങ്ങൾ വരുവിൻ. നിങ്ങളുടെ സാധന സാമഗ്രികളെ പറ്റി പര്യാകുലരാകേണ്ട. എന്തെന്നാൽ ഈജിപ്ത് നാട്ടിലെങ്ങുമുള്ള ഐശ്വര്യം നിങ്ങളുടേതായിരിക്കും. ഇസ്രായേലിന്റെ പുത്രന്മാർ അങ്ങനെ ചെയ്തു. ഫറവോയുടെ കൽപ്പന പ്രകാരം ജോസഫ് അവർക്ക് വാഹനങ്ങൾ കൊടുത്തു. യാത്രയ്ക്ക് വേണ്ടതും നൽകി. അവൻ അവർക്ക് ഓരോരുത്തർക്കും വിശിഷ്ട വസ്ത്രങ്ങൾ നൽകി. ബെഞ്ചമിന് അവൻ 300 വെള്ളി നാണയവും 5 വിശിഷ്ട വസ്ത്രങ്ങളും കൊടുത്തു. അവൻ തന്റെ പിതാവിനായി കൊടുത്തയച്ചവ ഇവയാണ്: ഈജിപ്തിലെ വിശിഷ്ട വസ്തുക്കൾ സംവഹിക്കുന്ന 10 കഴുതകൾ, ഗോതമ്പും അപ്പവും തന്റെ പിതാവിന്റെ യാത്രയ്ക്ക് വേണ്ട ഭക്ഷണവും വഹിക്കുന്ന 10 പെൺകഴുതകൾ. അങ്ങനെ അവൻ തന്റെ സഹോദരന്മാരെ യാത്രയാക്കി. അവർ പോകുമ്പോൾ അവൻ അവരോട് പറഞ്ഞു, വഴിക്ക് വെച്ച് ശണ്ട കൂടരുത്. അവർ ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ട് കാനാൻ ദേശത്ത് തങ്ങളുടെ പിതാവായ യാക്കോബിന്റെ അടുത്തെത്തി. അവർ അദ്ദേഹത്തോട് ഇപ്രകാരം വിവരിച്ചു: ജോസഫ് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു. അവൻ തന്നെയാണ് ഈജിപ്ത് ദേശം മുഴുവന്റെയും ഭരണാധികാരി. അപ്പോൾ അദ്ദേഹത്തിന്റെ ഹൃദയം ജീവസുറ്റതായി, കാരണം അദ്ദേഹം അവരെ വിശ്വസിച്ചില്ല. എന്നാൽ ജോസഫ് അവരോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം അവർ അദ്ദേഹത്തോട് പറയുകയും തന്നെ കയറ്റാൻ ജോസഫ് അയച്ച വാഹനങ്ങൾ കാണുകയും ചെയ്തപ്പോൾ അവരുടെ പിതാവായ യാക്കോബിന്റെ ചൈതന്യം ജീവസുറ്റതായി. അപ്പോൾ ഇസ്രായേൽ പറഞ്ഞു, കൊള്ളാം, എന്റെ മകൻ ജോസഫ് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു. ഞാൻ മരിക്കും മുൻപ് അവനെ എനിക്ക് കാണാനിടയാകട്ടെ. 35-ാം സങ്കീർത്തനം. കർത്താവേ, എന്നോട് വ്യവഹരിക്കുന്നവരോട് അങ്ങ് വ്യവഹരിക്കണമേ. എന്നോട് പൊരുതുന്നവരോട് അങ്ങ് പൊരുതണമേ. കവചവും പരിചയം ധരിക്കണമേ. എന്റെ സഹായത്തിനായി എഴുന്നേൽക്കണമേ. എന്നെ പിന്തുടരുന്നവരെ നേരിടുന്നതിന് കുന്തവും ശൂലവും പുറത്തെടുക്കണമേ. ഞാനാണ് നിന്റെ രക്ഷയെന്ന് എന്റെ ആത്മാവിനോട് അരുൾ ചെയ്യണമേ. എന്റെ ജീവൻ തേടുന്നവർ ലജ്ജിക്കുകയും അപമാനിതരാകുകയും ചെയ്യട്ടെ. എനിക്കെതിരെ തിന്മ നിരൂപിക്കുന്നവർ പിന്തിരിയുകയും ഭഗ്നാശരാകുകയും ചെയ്യട്ടെ. അവർ കാറ്റിനു മുന്നിലെ പതിരു പോലെയാകട്ടെ. കർത്താവിന്റെ ദൂതൻ അവരെ തള്ളി അകറ്റട്ടെ. അവരുടെ വഴി ഇരുണ്ടതും തെന്നുന്നതുമാകട്ടെ. കർത്താവിന്റെ ദൂതൻ അവരെ അനുധാവനം ചെയ്യട്ടെ. എന്തെന്നാൽ അകാരണമായി അവർ എനിക്കായി കെണിക്കുഴി ഒരുക്കി. കാരണം കൂടാതെ എന്റെ ജീവനു വേണ്ടി അവർ കുഴി കുഴിച്ചു. അവൻ അറിയാത്ത നാശം അവന് വരട്ടെ. അവൻ ഒളിപ്പിച്ച വല അവനെ കുടുക്കട്ടെ. അവൻ അതേ നാശത്തിൽ പതിക്കട്ടെ. എന്റെ ആത്മാവ് കർത്താവിൽ ആനന്ദിക്കും, അവിടുത്തെ രക്ഷയിൽ ഉല്ലസിക്കും. എന്റെ എല്ലാ അസ്ഥികളും പറയും, കർത്താവെ, എളിയവനെ അവനേക്കാൾ ശക്തനിൽ നിന്നും എളിയവനെയും പാവപ്പെട്ടവനെയും ചൂഷകനിൽ നിന്നും രക്ഷിക്കുന്ന അങ്ങയെപ്പോലെ ആരുണ്ട്? നീചസാക്ഷികൾ എഴുന്നേൽക്കുന്നു. ഞാൻ അറിയാത്തവർ എന്നെ ചോദ്യം ചെയ്യുന്നു. നന്മയുടെ സ്ഥാനത്ത് അവർ എനിക്ക് തിന്മ പ്രതിഫലം തരുന്നു. എന്റെ ആത്മാവിന് തീരാ ദുഃഖവും. ഞാനാകട്ടെ അവരുടെ രോഗാവസ്ഥയിൽ ചാക്കൊടുത്തു. ഉപവാസത്താൽ ആത്മപീഡനമേറ്റു. എന്റെ പ്രാർത്ഥന എന്റെ നെഞ്ചിൽ തിരിച്ചെത്തിയിരുന്നു. എന്റെ സുഹൃത്തോ സഹോദരനോ എന്ന പോലെ ഞാൻ പെരുമാറി. അമ്മയ്ക്കായി വിലാപം ആചരിക്കുന്നവനെ പോലെ ഞാൻ ദുഃഖിതനായി കുനിഞ്ഞുകൂടി. എന്നാൽ എന്റെ വീഴ്ചയിൽ സന്തോഷിച്ച് അവർ കൂട്ടം കൂടി. ഞാൻ അറിയാത്ത ചട്ടമ്പികൾ എനിക്കെതിരെ ഒത്തുചേർന്നു. അവർ നിർത്താതെ ഏഷണി പറഞ്ഞു. ഉദരപൂരണത്തിനായി പുച്ഛിക്കുന്ന ലൗകികരോടൊപ്പം എന്റെ നേരെ അവർ പല്ലിറുമി. നാഥ, എത്ര നാൾ അങ്ങ് നോക്കി നിൽക്കും? അവരുടെ ഉപദ്രവങ്ങളിൽ നിന്ന് എന്റെ ആത്മാവിനെ വിടുവിക്കണമേ. യുവസിംഹങ്ങളിൽ നിന്ന് എന്റെ ജീവനെയും. ഞാൻ മഹാസഭയിൽ അങ്ങേക്ക് കൃതജ്ഞതയർപ്പിക്കും. ജനക്കൂട്ടത്തിൽ ഞാൻ അങ്ങയെ സ്തുതിക്കും.
കാപട്യക്കാരായ എന്റെ ശത്രുക്കൾ എന്നെക്കുറിച്ച് സന്തോഷിക്കാൻ ഇടയാകാതിരിക്കട്ടെ. അകാരണമായി എന്നെ വെറുക്കുന്നവർ കണ്ണിറുക്കാനും. സമാധാനമല്ലല്ലോ അവർ സംസാരിക്കുന്നത്. നാട്ടിലെ ശാന്തശീലർക്കെതിരെ അവർ കപടതന്ത്രങ്ങൾ നിരൂപിക്കുന്നു. അവർ എന്റെ നേരെ തങ്ങളുടെ വായ് പിളർന്നിരിക്കുന്നു. അവർ പറയുന്നു, ആഹാ ആഹാ, ഞങ്ങളുടെ കണ്ണുകൾ അത് കണ്ടു. കർത്താവെ, അങ്ങ് കണ്ടതാണല്ലോ. അങ്ങ് മൗനമായിരിക്കരുതേ. നാഥ, എന്നിൽ നിന്ന് അകന്നിരിക്കരുതേ. എന്റെ ദൈവവും നാഥനുമായവനെ, എന്റെ ന്യായവിധിക്കും എന്റെ വ്യവഹാരത്തിനുമായി ഉണർന്നെഴുന്നേൽക്കണമേ. എന്റെ ദൈവവും നാഥനുമായവനെ, എന്റെ ന്യായവിധിക്കും എന്റെ വ്യവഹാരത്തിനുമായി ഉണർന്നെഴുന്നേൽക്കണമേ. എന്റെ ദൈവമായ കർത്താവെ, അങ്ങയുടെ നീതിക്കൊത്ത് എന്നെ ന്യായം വിധിക്കണമേ. അവർ എന്നെക്കുറിച്ച് സന്തോഷിക്കാതിരിക്കട്ടെ. ആഹാ, ഞങ്ങൾക്ക് തൃപ്തിയായി എന്ന് തങ്ങളുടെ ഹൃദയത്തിൽ അവർ പറയാതിരിക്കട്ടെ. ഞങ്ങൾ അവനെ വിഴുങ്ങി എന്ന് അവർ ഘോഷിക്കാതിരിക്കട്ടെ. എന്റെ അനർത്ഥത്തിൽ സന്തോഷിക്കുന്നവർ ഒന്നടങ്കം ലജ്ജിച്ച് ഭഗ്നാശരാകട്ടെ. എനിക്കെതിരെ അഹങ്കരിക്കുന്നവരെ ലജ്ജയും അപമാനവും പൊതിയട്ടെ. എന്റെ നീതി വാഞ്ചിക്കുന്നവർ ആരവും മുതിർത്ത് സന്തോഷിക്കട്ടെ. അവർ നിരന്തരം പറയട്ടെ, തന്റെ ദാസന്റെ ശ്രേയസ് ഇഷ്ടപ്പെടുന്ന കർത്താവ് വലിയവനാണ്. എന്റെ നാവ് അങ്ങയുടെ നീതി ഉരുവിടും. ദിനം മുഴുവനും അങ്ങയുടെ സ്തുതിയും. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 24 അധ്യായം 1 മുതൽ 28 വരെയുള്ള തിരുവചനങ്ങൾ. പിന്നെ യേശു പുറത്തിറങ്ങി ദേവാലയത്തിൽ നിന്ന് പോകുമ്പോൾ ദേവാലയത്തിന്റെ പണിത്തരങ്ങൾ അവന് കാണിച്ചു കൊടുക്കാൻ ശിഷ്യന്മാർ അടുത്തെത്തി. അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ഇവയെല്ലാം കാണുന്നല്ലോ. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഇവിടെ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ എല്ലാം തകർക്കപ്പെടും. അവൻ ഒലിവുമലയിൽ ഇരിക്കുമ്പോൾ ശിഷ്യന്മാർ മാത്രമായി അവനെ സമീപിച്ച് പറഞ്ഞു, ഇതെല്ലാം എപ്പോൾ സംഭവിക്കുമെന്നും നിന്റെ ആഗമനത്തിന്റെയും യുഗാന്തത്തിന്റെയും അടയാളം എന്താണെന്നും ഞങ്ങൾക്ക് പറഞ്ഞു തരണമേ. യേശു അവരോട് പറഞ്ഞു, ആരും നിങ്ങളെ വഴിതെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. പലരും എന്റെ നാമത്തിൽ വന്ന് ഞാൻ ക്രിസ്തുവാണ് എന്ന് പറയുകയും അനേകരെ വഴിതെറ്റിക്കുകയും ചെയ്യും. നിങ്ങൾ യുദ്ധങ്ങളെ പറ്റി കേൾക്കാനിരിക്കുന്നു, അവയെ പറ്റിയുള്ള കിംവദന്തികളും. എന്നാൽ അസ്വസ്ഥരാകാതെ സൂക്ഷിക്കുവിൻ, കാരണം ഇതെല്ലാം സംഭവിക്കേണ്ടതാണ്. എന്നാൽ അവസാനം ഇനിയുമായിട്ടില്ല. ജനം ജനത്തിനെതിരായും രാജ്യം രാജ്യത്തിനെതിരായും അണിനിരക്കും. ക്ഷാമവും ഭൂകമ്പങ്ങളും പല സ്ഥലങ്ങളിലും ഉണ്ടാകും. ഇവയെല്ലാം ഈറ്റുനോവിന്റെ ആരംഭം മാത്രം. അവർ നിങ്ങളെ പീഡനത്തിന് ഏൽപ്പിച്ചു കൊടുക്കുകയും കൊല്ലുകയും ചെയ്യും. എന്റെ നാമനിമിത്തം സർവ്വജനങ്ങളാലും നിങ്ങൾ വെറുക്കപ്പെടും. അപ്പോൾ അനേകർ ഇടർച്ചയ്ക്ക് വിധേയരാകുകയും പരസ്പരം ഒറ്റിക്കൊടുക്കുകയും വെറുക്കുകയും ചെയ്യും. നിരവധി വ്യാജപ്രവാചകന്മാർ ഉണ്ടാകുകയും അനേകരെ വഴിതെറ്റിക്കുകയും ചെയ്യും. അനീതി പെരുകുന്നതിനാൽ പലരുടെയും സ്നേഹം തണുത്തുപോകും. എന്നാൽ അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ ആരോ അവൻ രക്ഷിക്കപ്പെടും. എല്ലാ ജനതകളുടെയും സാക്ഷ്യത്തിനായി രാജ്യത്തിന്റെ ഈ സുവിശേഷം ലോകമെങ്ങും പ്രസംഗിക്കപ്പെടും. അപ്പോൾ അവസാനം വരും. ദാനിയേൽ പ്രവാചകൻ പറഞ്ഞ വിനാശത്തിന്റെ മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്തായിരിക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ വായിക്കുന്നവൻ ഗ്രഹിക്കട്ടെ. യൂദയായിലുള്ളവർ പർവ്വതങ്ങളിലേക്ക് പലായനം ചെയ്യട്ടെ. പുരമുകളിലായിരിക്കുന്നവൻ വീട്ടിൽ നിന്ന് എന്തെങ്കിലും എടുക്കാൻ താഴേക്കിറങ്ങാതിരിക്കട്ടെ. വയലിലായിരിക്കുന്നവൻ മേലങ്കിയെടുക്കാൻ പിന്തിരിയാതിരിക്കട്ടെ. ആ ദിവസങ്ങളിൽ ഗർഭിണികൾക്കും മുലയൂട്ടുന്നവർക്കും ദുരിതം. നിങ്ങളുടെ പലായനം ശീതകാലത്തോ സാപത്തിലോ ആകാതിരിക്കാൻ പ്രാർത്ഥിക്കുവിൻ. എന്തെന്നാൽ ലോകാരംഭം മുതൽ ഇന്ന് വരെ ഉണ്ടായിട്ടില്ലാത്ത, ഇനി ഉണ്ടാകാനിടയില്ലാത്ത ഉഗ്രപീഡനം അന്നുണ്ടാകും. ആ ദിവസങ്ങൾ ചുരുക്കപ്പെടുന്നില്ലെങ്കിൽ ഒരുവനും രക്ഷപ്പെടുകയില്ല. എന്നാൽ തിരഞ്ഞെടുക്കപ്പെട്ടവരെ പ്രതി ആ ദിവസങ്ങൾ ചുരുക്കപ്പെടും. അപ്പോൾ ഇതാ ക്രിസ്തു ഇവിടെ, അല്ലെങ്കിൽ അവിടെ എന്ന് ആരെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കരുത്. കാരണം കള്ളക്രിസ്തുമാരും വ്യാജപ്രവാചകന്മാരും ഉണ്ടാകുകയും സാധിക്കുമെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ടവരെ പോലും വഴിതെറ്റിക്കത്തക്ക വിധം വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കുകയും ചെയ്യും. ഇതാ ഞാൻ മുൻകൂട്ടി നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഇതാ അവൻ മരുഭൂമിയിലുണ്ടെന്ന് അവർ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ പുറപ്പെടരുത്. ഇതാ അവൻ മുറിക്കുള്ളിലുണ്ട് എന്ന് പറഞ്ഞാലും നിങ്ങൾ വിശ്വസിക്കരുത്. കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് പായുന്ന മിന്നൽ പിണർ പോലെയായിരിക്കും മനുഷ്യപുത്രന്റെ ആഗമനം.
ശവം എവിടെയുണ്ടോ അവിടെ കഴുകന്മാർ വന്നുകൂടും. ദൈവവചനമേ, നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എൻ